ഓ എന്തോ നമ്മത് മതി. ഇങ്ങനെ ബാക്ക് കോംബ് ചെയ്താലാണ് മുടിയിൽ നല്ല ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ വന്നിട്ടേ മുടി നന്നായിട്ട് വളരും. ബാക്കി അതൊക്കെ പോയി. വാ തുറന്നു വെച്ചിട്ടല്ലേ വാടിച്ചിട്ടേക്കണം. നല്ലത് ചെയ്ത് തരുമ്പോഴത്തേക്കും കുറ്റം പറയണം. ആ എന്തോന്നിടി കൊറേ നേരമായല്ലോ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്. അടിപൊളിയല്ലേ? ആ എന്ത് വേണേ? കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം. ഓഫേഴ്സ് ഉണ്ടോ? ഓഫേഴ്സ് അല്ല ഇവിടെ ഒരു ഉണ്ടോ ഒന്നുമില്ലേ? ഓഫർ ഉണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം offers ഉണ്ട്. ഇത് കൊള്ളാവോ? ഉണ്ടെങ്കിലും കാര്യമൊന്നും ഈ ഇല്ല. ഡ്രസ് കൊള്ളാവോ? ഏത്? ഇത് അടിപൊളിയല്ലേ? ഇത് കൊള്ളാം. നല്ല ഉടുപ്പ്. എനിക്ക് ചേരും. അതെനിക്ക് തരൂലേ? നന്നായിരിക്കും. ആടെ ഈ സിനിമ നടിമാർക്കൊക്കെ ഇതൊക്കെ ഇട്ട നന്നായിട്ട് ചെയ്യും. നിങ്ങളെ കിട്ടാൻ ഒരു കാശിന് ഉള്ളൂലായിരിക്കും. ആ ഡ്രസ്സിന്റെ വിലയും കൊടുക്കും. എന്താ സിനിമ നടിമാർക്ക് ഡ്രസ് ഇടാം നമുക്കൊന്നും. അവരൊക്കെ നല്ല ഷേപ്പ് ഒക്കെ ഉള്ള ആൾക്കാരാണ്. നല്ല ഷേപ്പ് നല്ല ഹൈറ്റ് ഒക്കെ ഉണ്ട്. നീയൊക്കെ എന്തോന്ന്? അതെ എവിടെ എടീ ഇതിനകത്തൊക്കെ കൊറേ സാധനങ്ങൾ കാണും. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ആഗ്രഹം തോന്നും. പക്ഷെ വലിയൊരു സത്യം എന്താന്ന് വെച്ചാൽ ഇതൊന്നും നമുക്ക് ചേരില്ലെന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിനനുസരിച്ചിട്ടുള്ള ഡ്രസ്സൊക്കെ നമ്മുടെ നാട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു കടകളിലേ കിട്ടുള്ളൂ. ഇതൊക്കെ വലിയ വലിയ സിനിമാ നടികൾക്ക് കൊള്ളാം. ഇതൊക്കെ വേറെ പണിയൊന്നുമില്ല. 24 മണിക്കൂർ മൊബൈലിൽ എടുത്ത് വെച്ച് എന്തെങ്കിലും നോക്കിക്കൊണ്ടിരിക്കും. ഒന്നെങ്കിൽ വല്ല ഉടുപ്പിന്റെ നോക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ വല്ല സിനിമാ നടന്മാരെ മുഖം നോക്കിക്കൊണ്ടിരിക്കണം. അമ്മ ഒരു കിഡിലെ ഓഫർ അമ്മ. ഓഫർ അയ്യോ 50% ഓഫർ. എവിടെ? എന്താണ്? 6000 രൂപയുടെ ഷൂസ് 3000 രൂപയ്ക്ക്. നല്ല ഓഫർ. അല്ലോ എനിക്ക് നന്നായിട്ട് ചേരും. അമ്മ എല്ലാം ബ്രാൻഡ് അമ്മ. ഇതൊക്കെ 3000 രൂപയ്ക്ക് കിട്ടാന്ന് വെച്ചാൽ നിസ്സാര കാര്യമില്ല. കുറെ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നു ബ്രാൻഡഡ് ഷൂസ് ഇടണം, ബ്രാൻഡഡ് ഷൂസ് ഇടണം. ഇതിപ്പോ നൈസിന് 3000 രൂപയ്ക്ക് കിട്ടും, ഇടയും ചെയ്യാം. പുറത്തുപോയി ഞാൻ മേടിക്കട്ടെ. അയ്യോ 6000 രൂപയുടെ ഷൂസ് ഓഫർ കഴിഞ്ഞ് 3000 രൂപ. 3000 രൂപയുടെ ഷൂസ് അല്ലേ? അപ്പൊ തന്നെ നിനക്ക് വാങ്ങിച്ചു തരാം കേട്ടാ. 3 രൂപയുടെ സാധനം പറയും പോലെയാണല്ലോ നീ 3000 രൂപയുടെ സാധനം വാങ്ങിച്ചു തരാൻ പറയണേ. 6000 രൂപയാണ് 3000 രൂപ. 1000 രൂപയുടെ ഷൂസ് 3000 രൂപയ്ക്ക് ഓഫർ കിട്ടുന്നതിന് പകരം 1000 രൂപയുടെ ഷൂസ് 500 രൂപയ്ക്ക് ഓഫർ കിട്ടുന്നു. നീ നോക്ക്, അതാവുമ്പോ കിട്ടും. അതും കിട്ടുമെന്ന് എനിക്ക് സംശയമാണ്. 500 രൂപയുടെ താഴെ വല്ല ഓഫറും ഉണ്ടോ മക്കളെ എന്ന് ചോദിക്കുന്നതാണ് നമ്മുടെ അച്ഛൻ. കറക്റ്റ്. 3000 രൂപയുടെ ഷൂസ് വാങ്ങിക്കാന്നാ. അതൊക്കെ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ 3000 രൂപയ്ക്ക് എനിക്ക് തരും. ഓടിച്ചല്ലേ ഇപ്പൊ തരും. എടി അങ്ങനെ അച്ഛൻ സമ്മതിക്കുകയാണെങ്കിൽ നീ പറയണേ എന്ത് ഞാൻ സാധിപ്പിച്ചു തരും. ഉറപ്പാണ്. ഞാൻ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഞാൻ പറയുന്ന പോലെ കേൾക്കാൻ തയ്യാറായിരുന്നു. തയ്യാറാവാം. നോക്കിയിരുന്നു. ഇത് നൈസായിട്ട് ഞാൻ മേടിക്കും. നീ കണ്ടോ? നീ പോ, നീ പോ. ഓ ബെറ്റ്. ശരി കേട്ടോ. 6000 രൂപയുടെ ഷൂസ് 3000 രൂപയ്ക്ക് ഇപ്പൊ അച്ഛൻ ചെന്നാ മതി. ഇപ്പൊ വാങ്ങിച്ചു കൊടുക്കും. അവൾ ഒപ്പിച്ചെടുക്കൂ. ചുമ്മാ എവിടെന്ന് കിട്ടൂല അമ്മ ഇതൊക്കെ. മോളെ ഭ്രാന്ത് പിടിക്കുന്നു. എല്ലാം അവൻ കുളമാക്കി വെച്ചിട്ടുണ്ട് രതീഷ്. രതീഷേ ഒരു വർക്ക് ഞാൻ ഏൽപ്പിച്ചതാണ്. അവൻ ചെയ്തോളൂല്ലോ എന്ന് വിചാരിച്ച് ഞാൻ തിരിഞ്ഞു നോക്കിയതുമില്ല. എല്ലാം കുളമാക്കി വെച്ചിട്ടുണ്ട്. ഒറ്റയ്ക്ക് പറയണോ എന്റെ അടുത്ത് പറയണോ? ഓഫീസിലെ കാര്യമില്ലേ? അച്ഛാ അച്ഛൻ എന്തിനാ അച്ഛാ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇരുന്ന് എപ്പോഴും വർക്ക് ചെയ്തോണ്ടിരിക്കണേ? ചുമ്മാ ഇത് വർക്ക് ചെയ്യണം. അച്ഛാ ഇത് ഓഫീസിലെ പണിയല്ലേ? ഓഫീസിൽ തീർത്തിട്ട് വന്നൂടെ അച്ഛന്? വീട്ടിലും വന്ന് ഓഫീസിലെ പണി എടുക്കാന്ന് വെച്ചാ? മോളെ ഇത് ചെയ്തേ പറ്റൂ. എന്താ അറിയുമോ അച്ഛാ? അച്ഛാ കുറച്ച് ടൈം നമ്മളോട് സ്പെൻഡ് ചെയ്യേണ്ട അച്ഛാ. എപ്പോഴും വീട്ടിൽ വന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സുഖമല്ല അച്ഛാ. വീട്ടിൽ വന്നിട്ട് വർക്ക് ചെയ്യില്ല. പ്ലീസ് അച്ഛാ, പ്ലീസ് പ്ലീസ്. അല്ല എന്ത് മോളെ അങ്ങനെ പറഞ്ഞത്? അച്ഛൻ മോളോട് ടൈം സ്പെൻഡ് ചെയ്തില്ലെന്ന് തോന്നിയോ? അങ്ങനെ തോന്നിയെന്ന് വെച്ചാൽ തോന്നിയായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ തോന്നിയപ്പോഴൊന്നും അച്ഛനെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് പറയാത്ത. അയ്യോ ഇതേ ഒരു അർജന്റ് വർക്കാണ്. പിന്നെ ഓഡിറ്റ് വരികയാണ്. അപ്പൊ അതിനു മുമ്പ് ഇത് ചെയ്ത് ക്ലിയർ ചെയ്ത് വെക്കണം. ഇല്ലെങ്കിൽ അച്ഛന് പണി കിട്ടും. അച്ഛന് പണിയാ? അച്ഛൻ ചെയ്തില്ലേ വർക്കുകളൊന്നും? ഞാൻ ചെയ്ത് അത് അവൻ എന്നെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഇങ്ങനെ വന്നു. രതീഷ് അങ്കിളെ അവൻ എന്താ കുളമാക്കി. പുള്ളി ഒളിയാക്കിയെങ്കിൽ പുള്ളിക്കല്ലേ പണി കിട്ടുള്ളൂ. അച്ഛൻ എങ്ങനെ പണി കിട്ടണേ? ഞാൻ നോക്കി ശരിയാക്കി ചെയ്യേണ്ട കാര്യമില്ലേ? എനിക്കല്ലേ എന്റെ ഉത്തരവാദിത്വം. അച്ഛൻ നല്ല ബിസിയാണോ?
ഈ പണി ചെയ്യണം അത് കഴിഞ്ഞാൽ എന്നാ അച്ഛൻ ചെയ്തു. ശരി, ഞാനായിട്ട് അച്ഛനെ ഡിസ്റ്റർബ് ചെയ്തെന്ന് പോട്ടെ. എന്തോ നീ പറയാൻ വന്നല്ലോ. പറയാൻ വന്നായിരുന്നു. പിന്നെ ഞാനിങ്ങനെ ഒന്ന് ചിന്തിക്കായിരുന്നു അച്ഛാ, നമ്മുടെ വീടിന്റെ സിറ്റുവേഷൻ ഈ കാര്യങ്ങളൊക്കെ നോക്കുമ്പം അച്ഛന് അതൊരു ബുദ്ധിമുട്ടാവും. സിറ്റുവേഷനാ? എന്ത് സിറ്റുവേഷൻ? അച്ഛൻ എന്ത് ബുദ്ധിമുട്ട് മോള് പറ. അച്ഛന് അച്ഛൻ്റെതായ തിരക്കുകളുണ്ട്. അതുകൊണ്ട് അത് അച്ഛൻ ചെയ്തോളാം. പിന്നെ അച്ഛൻ്റെതായ പ്രോബ്ലംസ് ഉണ്ട് അച്ഛന്. അപ്പൊ അച്ഛൻ വിഷമിക്കുന്നത് കാണാൻ എനിക്ക് ഇഷ്ടമല്ല. അച്ഛന് വിഷമമൊന്നുമില്ല. പിങ്കി മോളെ എന്ത് പറ്റി? കുഴപ്പമില്ല അച്ഛൻ, വേണ്ട, ഇനിയിപ്പോ വേണ്ട, ഞാനത് മാറ്റി. എന്തോ കുരുത്തക്കേട് ഒപ്പിച്ച് നില്ല് ചേച്ചിയായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അതൊന്നുമല്ല. പിന്നെ എന്റെ ഒരു ആഗ്രഹം അത് എന്റെ മോളുടെ മുഖം കണ്ടാ മനസ്സിലായി എന്തോ പറയാനുണ്ട്. പറഞ്ഞിട്ട് പോയാൽ പറയടാ. എന്നാ അതങ്ങോട്ട് മാറ്റി വെച്ച് പറയാം. മോളുടെ കാര്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ, കേട്ടിട്ടേ ഉള്ളൂ. ഇതവിടെ ഇരിക്കട്ടെ, നോക്കിക്കോളാം. വേണ്ട അച്ഛൻ, വേണ്ട, കുഴപ്പമില്ല അച്ഛൻ, ഞാൻ പോണം. അതെ, അച്ഛനറിയാം എന്റെ മോൾ ആവശ്യമില്ലാത്ത ഒരു കാര്യവും പറയൂല. എന്ത് വേണം പറയട്ടെ? ഐസ്ക്രീം വേണം? വേണ്ട വേണ്ട, പിന്നെ അതൊന്നും വേണ്ട. പിന്നെ എന്ത് വേണം പറ. എനിക്കൊരു 3000 രൂപ വരും. 3000 രൂപ? എന്തോന്ന് വെച്ചാ പറയണേ? അല്ല ഇപ്പൊ നിനക്ക് 3000 രൂപ? 3000 രൂപ എനിക്കൊരു സാധനം മേടിക്കാം. എന്തോ സാധനം? ഒരു ഷൂസ്. അച്ഛാ 6000 രൂപ ഒരു ഷൂസ് 3000 രൂപയ്ക്ക് കിട്ടും. 3000 രൂപയ്ക്ക് ഷൂസാ? എന്റെ മോളെ എത്ര നിസ്സാരമായിട്ടാണ് നീ പറഞ്ഞ 3000 രൂപയ്ക്ക് ഷൂസ്. അച്ഛനൊക്കെ പഠിക്കുമ്പോഴേ മറ്റേ സ്ലിപ്പർ ഉണ്ടല്ലോ, പള്ളി ചെരുപ്പ്, അതിട്ടുകൊണ്ടാണ് പഠിക്കാൻ പോയത് കോളേജിലൊക്കെ, അറിയാമോ? അതെ, അന്ന് ആ ചെരുപ്പ് ഇട്ട് തേഞ്ഞ് ആ ഉപ്പൂറ്റിയും തള്ളവിരലും ഒക്കെ ഇങ്ങനെ പതിഞ്ഞ് അവിടെ അങ്ങ് കുഴിയാവും. പിന്നെ ചിലപ്പോൾ പൊത്തു കാല് മണ്ണിത്തൊണ്ട് അറിയാം. അങ്ങനെയൊക്കെയാണ് അച്ഛൻ പഠിച്ചത്. നിസ്സാരമായിട്ട് പറഞ്ഞു 3000 രൂപയ്ക്ക് ഷൂസ് വേണമെന്ന്. അതിന്റെയൊക്കെ വില നിനക്ക് അറിയാമോ? പൈസ. അച്ഛന്റെ വള്ളി ചെരുപ്പിന്റെയും വള്ളി നിക്കറിന്റെയും പഴംപുരാണം കേട്ട് ഞാൻ മടുത്തച്ഛാ, മടുത്ത്. അച്ഛന്റെ പഴംപുരാണം നിങ്ങൾക്ക് അങ്ങനെ തോന്നുള്ളൂ. നിങ്ങൾക്ക് ഇതിനൊന്നും ഒരു വിലയില്ല. കഷ്ടപ്പെട്ട് പഠിച്ച ഞങ്ങൾക്ക് അറിയാം. അയ്യോ, ഞാൻ അങ്ങനെ സെന്റി അടിക്കാൻ പറഞ്ഞല്ല അച്ഛാ. അച്ഛൻ ഇപ്പൊ എന്ത് കാര്യം പറഞ്ഞാലും ഇതന്നെയല്ലോ പറഞ്ഞ. അപ്പൊ ഇപ്പം കേട്ടാ നമുക്ക് ആ ഇത് പോയാ ഫീലങ്ങ്. 3000 രൂപ ഉണ്ടെങ്കിൽ ഇപ്പൊ എന്തൊക്കെ കാര്യമൊക്കെ. എന്റെ സ്കൂട്ടർ ടയർ ബാഗ് മോശമായിരിക്കാണ്, അത് ഞാൻ മാറ്റി തന്നെ. അത് 3000 രൂപയോ? അത് അച്ഛാ അതെല്ലാം കൂടെ പറക്കി വിറ്റാ കിട്ടൂലല്ലോ 3000 രൂപ. പോ, പറക്കി വിറ്റാ കിട്ടൂല. അച്ഛൻ പ്ലീസ് അച്ഛൻ, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. അച്ഛൻ പറഞ്ഞല്ലോ, അച്ഛൻ്റെ ഇളയ മോളല്ല ഞാൻ. ഇപ്പൊ എന്റെ ആഗ്രഹം. പിന്നെ 3000 രൂപ മോളൊരു കാര്യം ചെയ്യും. ഇപ്പൊ ഈ 3000 രൂപക്കുള്ള ഷൂ ഇടണമെന്ന് വിചാരിച്ചില്ലേ, അതങ്ങ് മറന്നേക്ക്. ഒരു 150 രൂപയുടെ വല്ല ചെരുപ്പ് വല്ലതും ഉണ്ടെങ്കിൽ വാങ്ങിച്ചു തരാം അച്ഛൻ. സ്ലിപ്പറോ? സ്ലിപ്പറല്ല, ഇപ്പം അങ്ങനത്തെ ചെരുപ്പുകൾ കിട്ടുമല്ലോ. വാങ്ങിച്ചു തരാം. 3000 രൂപ. ഒന്നും കൂടെ അച്ഛൻ ആലോചിക്കൊന്നുമില്ല. പോ. എന്നാലും ഒന്നുമില്ല. മക്കള് ചെല്ല്, വിശക്കണമെങ്കിൽ അടുക്കളയിൽ ചെന്ന് പോലെ മാറ്റി കഴിക്ക്. പോ. ശരി. പിള്ളേർക്ക് നിസാരം.